ഇന്ത്യ ചൈന ബന്ധം മറ്റൊരു നാൾവഴി പിന്നിടുകയാണ്. ഇന്ത്യൻ സൈന്യത്തിന് നന്ദി അറിയിച്ച് ചൈന. കേരള തീരത്തെ രക്ഷാപ്രവർത്തനം അതിലാണ് ഇന്ത്യൻ സൈന്യത്തിന് നന്ദി അറിയിച്ച് ചൈന രംഗത്ത് വന്നിരിക്കുന്നത്. ചൈന പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ 99ാമത് സ്ഥാപക വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് നടന്ന ചടങ്ങിലാണ് ഇന്ത്യയിലെ പുതിയ ചൈനീസ് ഡിഫൻസ് അറ്റാഷോ റിയൽ അഡ്മിറൽ യു ജിയാൻ ആകട്ടെ ഇന്ത്യൻ സൈന്യത്തിന് പ്രത്യേക നന്ദി അറിയിച്ചിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇവിടെ ആകട്ടെ ഇന്ത്യയും ചൈനയും തമ്മിൽ വീണ്ടും ഇവിടെ ബന്ധം ദൃഢപ്പെടുത്താനുള്ള നീക്കമാണ് ഇവിടെ ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 2025 ജൂണിൽ കേരള തീരത്ത് അവിടെ ആകട്ടെ 503 അതായത് MV വാൻ ഹൈ 503 എന്ന സിംഗപ്പൂർ ചരക്ക് കപ്പലിനാണ് തീപിടിച്ചത്. അപകടത്തിൽപ്പെട്ട കപ്പലിൽ കുടുങ്ങിയ 12 ചൈനീസ് പൗരന്മാരെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നാവികസേനയും ചേർന്നുകൊണ്ട് അതിവേഗം തന്നെ രക്ഷപ്പെടുത്തി. ആ രക്ഷാപ്രവർത്തനം ചൈന ഒരിക്കലും ഇനി മറക്കില്ല എന്നും ഇന്ത്യൻ സൈന്യത്തിന്റെ മാനുഷിക ഇടപെടലിന് നന്ദി അറിയിക്കുന്നതായും ഇന്ത്യയിലെ പുതിയ ചൈനീസ് ഡിഫൻസ് അറ്റാഷോ ആണ് ഇക്കാര്യത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയുമായുള്ള സൈനിക ഇടപെടലുകൾ കൂടുതൽ ശക്തമാക്കാൻ ഇവിടെ തങ്ങൾ തയ്യാറാണ് എന്നതാണ് ഇദ്ദേഹം പറയുന്നത്. നയതന്ത്ര സൈനിക തലങ്ങളിലൂടെ തന്നെ ആശയവിനിമയം നിലനിർത്തുവാനും പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കുവാനും ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സന്നദ്ധമാണ്. സംഭാഷണത്തിലൂടെ തന്നെ സഹകരണം പ്രോത്സാഹിപ്പിക്കുവാനും ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ ക്ഷേമത്തിനായി തന്നെ സംഭാവന നൽകുവാനും ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പൊതു താല്പര്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അതിനേക്കാൾ ഉപരിയായി തന്നെ അതിനേക്കാൾ വളരെ വലുതാണ്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലന ദൗത്യങ്ങളിൽ ഇന്ത്യൻ സൈന്യവും ചൈനീസ് സൈന്യവും നൽകിയ സംഭാവനകൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാധാനം ഉറപ്പാക്കുന്നതിനായി തന്നെ ഇരു രാജ്യങ്ങളുടെയും സായുധ സേനകൾ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും അതിനായി തന്നെ വലിയ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ബ്രിക്സ് അധ്യക്ഷ പദവിക്ക് പിന്തുണ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കണമെന്നും ഇരു രാജ്യങ്ങളുടെയും നേതൃത്വങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ പ്രായോഗിക തലത്തിൽ നടപ്പാക്കണമെന്നും ചടങ്ങിൽ സംസാരിച്ച ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച അദ്ദേഹം അവിടെ ഒരു കൂട്ടായ്മയുടെ വളർച്ചയ്ക്കായി തന്നെ ഒന്നിച്ചു പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ തമ്മിലുണ്ടായ സുപ്രധാന ധാരണകൾ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കാനും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുവാനും ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ചൈന ആഗ്രഹിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളിലെയും നേതാക്കളുടെ തന്ത്രപരമായ മാർഗനിർദ്ദേശം വിവിധ മേഖലയിലെ ആശയവിനിമയവും സഹകരണവും ഇവിടെ പുനരാരംഭിച്ചിട്ടുണ്ട് എന്നതാണ് ചൈനീസ് അംബാസിഡർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും നിലനിർത്താൻ ഇതിലൂടെ സാധിച്ചുവെന്നും വികസിത രാജ്യങ്ങളും അവിടെ വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥകളും ഗ്ലോബൽ സൗത്തിലെ പ്രധാന അംഗങ്ങളുമായ ഇന്ത്യയും ചൈനയും സുപ്രധാന അയൽക്കാരാണ്. പരസ്പരം സഹായിക്കുന്ന നല്ല അയൽക്കാരും പങ്കാളികളുമാണ്. ഇരു രാജ്യത്തിലെയും ജനങ്ങളുടെ അടിസ്ഥാന താല്പര്യങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നും ഇത് ലോകത്ത് തന്നെ നല്ല സ്വാധീനം ചെലുത്തുമെന്നും ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.